നമസ്കാരം എൻ്റെ എല്ലാ പ്ലസ് വണ്ണിലെ കുട്ടികൾക്കും. നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന അടിപൊളി ഒരു ചാപ്റ്ററാണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടെങ്കിൽ പോലും നല്ല രസകരമായിട്ട് പഠിക്കുന്നതാണ്. ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ വളരെ കാര്യമായിട്ട് ലോസ് ഓഫ് മോഷന്റെ 3 ലോസിനെ കുറിച്ചൊക്കെ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ റീകോയിൽ ഓഫ് എ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക് പറഞ്ഞു. ഇന്ന് നമ്മൾ പറയുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് മാസ് ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്. ലിഫ്റ്റ് എന്ന് പറയുന്ന വാക്ക് അറിയാൻ വയ്യാത്ത ഒരാൾ പോലും, ഒരു കുഞ്ഞുങ്ങൾ പോലും കാണത്തില്ലെന്നാണ് ഉറപ്പാണ് അല്ലേ. നമ്മൾ ലിഫ്റ്റിൽ പോയിട്ടുണ്ട്. ഇപ്പം ഫ്ലാറ്റേലിലുണ്ട് ലിഫ്റ്റ്. നമ്മൾ ലുലുമാളിൽ പോകാത്തൊരു ആരും കേരളയിൽ കാണത്തില്ല. ലുലുമാളിൽ പല ടൈപ്പ് പലതരം ഏറ്റവും കൂടുതൽ പേഴ്സൺസിന് ഏറ്റവും കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ലിഫ്റ്റുകളൊക്കെ ഉണ്ട് അല്ലേ. വളരെ സ്പീഡിൽ ഒക്കെ പോകും. അന്നേരം ഞാനിപ്പോൾ ഒരു ലിഫ്റ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഉണ്ടാകുന്ന ഫോഴ്സ്, അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പോകണം. അതാണ് നമ്മൾ ഈ ഹെഡിങ് കൊണ്ട് ഉദ്ദേശിച്ചത് മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്. ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെയിറ്റ് ആകാം, നമ്മളാകാം ആ ബോഡി. അന്നേരം അതിന്റെ മോഷൻ ലിഫ്റ്റിലൂടെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അന്നേരം ഇവിടെ ഒരു വളരെ സിമ്പിൾ ആയിട്ട്, എനിക്ക് പ്ലസ് വണ്ണിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡയഗ്രം ഏതാണെന്ന് വെച്ചാൽ ഉറപ്പിച്ച് നിങ്ങൾക്ക് പറയുന്നുണ്ട് ഈ ഡയഗ്രം. കാരണം ഇത് നോക്കി, ഇതൊരു സർഫസ് ആണ്, ഇതൊരു ബോഡിയാണ്, ഇതൊരു ബോഡിയാണ്. ഏത് വസ്തു, ലോകത്തിലെ ഏത് വസ്തുവും മുകളിലോട്ട് ഏത് വസ്തുവിനും 2 തരം ഫോഴ്സ് ആക്ട് ചെയ്യും. ഏത് വസ്തു, ഇവിടെ ഇപ്പൊ ഒരു ബെഞ്ചോ അല്ലെങ്കിൽ ഡെസ്കോ എടുക്കുവാണെങ്കിൽ അതിന്റെ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും റിയാക്ഷൻ ആയിരിക്കും. ഏത് വസ്തുവിന്റെയും മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് റിയാക്ഷൻ, നേരെ ഓപ്പോസിറ്റോട്ട് താഴോട്ട് ആക്ട് ചെയ്യുന്നത് എപ്പോഴും mg ആയിരിക്കും. ഏത് വസ്തുവിനും നമുക്ക് ഉറപ്പിച്ച് പറയാൻ തരം. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് വസ്തുവിനും മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് റിയാക്ഷനും താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് mg ആണ്. അന്നേരം വേറെ രീതി പറഞ്ഞാൽ ഏത് വസ്തുവിനും 2 തരം ഫോഴ്സുകൾ കാണും. മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണും, താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണും. മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ റിയാക്ഷൻ എന്നും താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ mg എന്നും വിളിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിഫ്റ്റിന്റെ കേസിൽ 4 കേസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിടണം. ഫസ്റ്റ് വൺ, ലിഫ്റ്റ് സ്റ്റേഷനറി ആണെങ്കിൽ, സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്തുവാ, ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ എന്നുള്ളത്. 2 അപ്വേർഡ്സ് ആണെങ്കിൽ, മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, മുകളിലോട്ട് മൂവ് ചെയ്ത് പിന്നെ താഴോട്ടും പറഞ്ഞോന്നല്ലോ. അതിന്റെ 3rd വൺ നമുക്ക് ഡൗൺവേർഡ്സ് ആണ്. 4th വൺ ഫ്രീലി ഫോളിംഗ് ബോഡി, ഫ്രീലി ഫോളിംഗ് ആണ്, ഫ്രീലി ഫോൾ. ഈ 4 കേസ് നമുക്ക് പഠിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തത് സ്റ്റേഷനറി ആണെങ്കിൽ, രണ്ടാമത്തത് അപ്വേർഡ്സ് ആണെങ്കിൽ, മൂന്നാമത്തത് ഡൗൺവേർഡ്സ് ആണെങ്കിൽ, നാലാമത്തത് ഫ്രീലി ഫോൾ. നിങ്ങളൊരു പേപ്പറോ ഒരു ബുക്കോ എടുത്തു വെച്ചിട്ട് എന്റെ കൂട്ടത്തിൽ ഒന്ന് എഴുതി നോക്കുകയോടെ ചെയ്ത് കഴിഞ്ഞാണല്ലോ മണി പോലെ നമുക്ക് ഈ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 ചെയ്തിട്ട് എൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്ഷൻ തീർന്നു. ഇത് ക്ലിയർ ആയിട്ട് പഠിക്കാം. എന്നാൽ നമുക്ക് ഓരോ കേസ് പഠിക്കാം. ഓക്കെ 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 നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. ലിഫ്റ്റിന്റെ ആദ്യത്തെ കേസ് ഏതായിരുന്നു? സ്റ്റേഷനറി. രണ്ടാമത്തത് പെട്ടെന്ന് അപ്വേർഡ്സ്, മൂന്നാമത്തത് ഡൗൺവേർഡ്സ്, നാലാമത്തത് ഫ്രീലി ഫോളിംഗ്. ആദ്യത്തെ കേസ്, when the lift is സ്റ്റേഷനറി. പരീക്ഷയ്ക്ക് വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, ഹെഡിങ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. മൂവിങ് അപ്പ് ഓർ ഡൗൺ യൂണിഫോംലി. രണ്ടും ഒരേ അർത്ഥം. സ്റ്റേഷനറി എന്ന് പറഞ്ഞാലും മൂവിങ് അപ്പ് ഓർ ഡൗൺ യൂണിഫോംലി എന്ന് പറഞ്ഞാലും ഒരേ കേസാണ്. അന്നേരം നമുക്ക് നോക്കാം. ആദ്യം എഴുതിയിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെ കിട്ടും നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. F = R - mg. അന്നേരം നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഇക്വേഷൻ ചുമ്മാ ഇക്വേഷൻ കിട്ടുമോ? ഇല്ല. ഫിസിക്സിന്റെ വിത്ത് പ്രൂഫ് ആണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു 2 തരം ഫോഴ്സ് ഒരു ബോഡിക്ക് ആക്ട് ചെയ്യുന്നു. മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് റിയാക്ഷൻ, അന്നേരം ആ റിയാക്ഷൻ ആണ് R. താഴോട്ട് ഓപ്പോസിറ്റ് ആണ്, താഴോട്ട് ആക്ട് ചെയ്യുന്നത് mg ആണ്. അങ്ങനല്ലേ പോലെ അന്നേരം മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് R ആണ്, റിയാക്ഷൻ ആണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് താഴോട്ട് ആക്ട് ചെയ്യുന്നത് mg ആണ്. അതുകൊണ്ട്
മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് ഞാൻ പോസിറ്റീവ് ആയിട്ട് എഴുതി, ഓപ്പോസിറ്റ് ആയിട്ട് താഴോട്ട് ആക്ട് ചെയ്യുന്നത് മൈനസ്, അന്നേരം ആർ മൈനസ് എം ജി. എന്നാൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, നമുക്ക് സംശയം ചോദിക്കത്തില്ല എന്നാൽ പോലും എന്നോട് ചോദിക്കാം, കാരണം നമുക്ക് സംശയങ്ങളൊന്നും ഇല്ലല്ലേ. നമുക്ക് എന്നോട് വേണം ഇങ്ങനെ ചോദിക്കാം, സാർ എം ജി മൈനസ് ആർ എന്ന് എഴുതിയാലും കുഴപ്പമുണ്ടോ? ഈ കേസിൽ സ്റ്റേഷനറിയുടെ കേസിൽ എം ജി മൈനസ് ആർ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അതിന് ഒരു റീസൺ പറഞ്ഞുതരാം. ഒരു വസ്തു മുകളിലോട്ട് അടുത്ത നമ്മൾ കേസ് പഠിക്കുന്ന അപ്വേർഡ്സ് ആണ്. അപ്വേർഡ്സ് ആണെങ്കിൽ ഏതാ കൂടുതൽ? മുകളിലോട്ട് പോകുന്ന വസ്തുവിന് കൂടുതൽ എപ്പോഴും റിയാക്ഷൻ ആയിരിക്കും. അന്നേരം ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ, ആർ മൈനസ് എം ജി. ഡൗൺവേർഡ്സ് ആണെങ്കിൽ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എം ജി ആ കൂടുതൽ, അന്നേരം എം ജി മൈനസ് ആർ എന്നല്ലോ. ആ ഒരു കൺസെപ്റ്റും ഇങ്ങനെയുള്ള കൺസെപ്റ്റുകൾ ബിൽഡപ്പ് ചെയ്യണം. അന്നേരം ഒരു വസ്തു മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ. ഒരു വസ്തു താഴോട്ടാണ് കൂടുന്നതെങ്കിൽ അവിടെ എം ജി ആയിരിക്കും കൂടുതൽ. എം ജി ആദ്യം എഴുതണം, മറ്റേ ആർ എഴുതണം ആദ്യം. സ്റ്റേഷൻ ആയതുകൊണ്ട് ആർ മൈനസ് എം ജി എഴുതിയാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് കഴിയുമ്പോൾ ഇത് തിരിച്ചെഴുതിയാലും നിങ്ങൾക്ക് ഉത്തരം സെയിം ആയിട്ട് കിട്ടും. എം ജി മൈനസ് ആർ എന്ന് എഴുതാം, ഇവിടെ ആർ മൈനസ് എം ജി എഴുതാം. ഇവിടെ ഞാൻ തുടങ്ങാണ്. എഫ് ഈസ് ഈക്വൽ ടു, ഞാൻ എന്താ എഴുതിയിരിക്കുന്നത് ഇപ്പം, എഫ് ഈസ് ഈക്വൽ ടു ആർ മൈനസ് എം ജി, ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയുടെ നമുക്ക് വളരെ അറിയാവുന്ന ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം എ, ഇക്വേഷൻ നമ്പർ 2. 1 ഉം 2 നോക്കിയേ, ഒരു സൈഡ് സെയിം അല്ലേ, എഫ് അല്ലേ. ഒരു സൈഡ് സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് 1 and 2. എന്ത് വരും? ആർ മൈനസ് എം ജി ഇസ് ഈക്വൽ ടു എം എ. ക്ലിയർ? ആർ മൈനസ് എം ജി ഇസ് ഈക്വൽ ടു എം എ. അതായത് ആർ ഇസ് ഈക്വൽ ടു എം എ പ്ലസ് എം ജി. കാരണം എല്ലാ എൻ സി ആർ ടിയുടെ ടെക്സ്റ്റിനകത്ത് ഇക്വേഷൻ കിട്ടുന്ന ഒരു പ്രത്യേക ഫോമുല. അതിനുവേണ്ടി ഞാൻ ഇതങ്ങ് തിരിച്ചെഴുതാണ്. എം എ പ്ലസ് എം ജി എന്ന് പറയുന്നത് തിരിച്ചു എഴുതാമല്ലോ, എം ജി പ്ലസ് എം എന്ന് എഴുതാം. 2 + 3 എന്ന് പറയുന്നത് 3 + 2 കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ എം ജി പ്ലസ് എം എ. ആർ ഇസ് ഈക്വൽ രണ്ടിടത്തും നമുക്ക് എം കോമൺ ആയിട്ട് എടുക്കാം. ക്ലിയർ അല്ലേ? എന്ത് സിമ്പിൾ ആയിട്ട് തയ്യാറായിരിക്കും. നോക്കിയേ, ആർ ഇസ് ഈക്വൽ എം കോമൺ ആയിട്ട് എടുത്താൽ എം ഇൻറ്റു ജി പ്ലസ്. ഈ ഫോമിൽ എപ്പോഴും എൻ സി ആർ ടി ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന ഫോം അതായതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ തന്നെ അങ്ങ് പഠിപ്പിക്കുന്നത്. ആർ ഇസ് ഈക്വൽ എം ഇൻറ്റു ജി പ്ലസ്. ഇനി വെൻ ദി ബോഡി സ്റ്റേഷനറി, അതാണ് ബോഡി സ്റ്റേഷനറി ആണെങ്കിൽ, ഒരു വസ്തു സ്റ്റേഷനറി ആണെങ്കിൽ അവിടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അന്നേരം എക്ക് നമുക്ക് 0 എന്ന് കൊടുക്കാം. അന്നേരം എക്ക് ഇവിടെ 0 എന്ന് കൊടുക്കുമ്പോൾ ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് 0. ആർ ഇസ് ഈക്വൽ എം ഇൻറ്റു ജി പ്ലസ് 0. ഇവിടെ ഒരുപാട് പേര് തെറ്റിക്കും. ജി പ്ലസ് 0 മൊത്തത്തിൽ 0 എടുക്കും. ജി പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എ പ്ലസ് 0 എന്ന് പറഞ്ഞാൽ എ ആണ്. ജി പ്ലസ് 0 എന്ന് പറഞ്ഞാൽ ജി ആണ്. അന്നേരം ആർ ഇസ് ഈക്വൽ എം ഇൻറ്റു ജി. അന്നേരം ആർ ഇസ് ഈക്വൽ ടു എം ജി. ഇതിന്റെ അർത്ഥമുണ്ട്, ഒരു വസ്തു സ്റ്റേഷനറി ആണെങ്കിൽ, ഒരു ബോഡി സ്റ്റേഷനറി ആണെങ്കിൽ അവിടുത്തെ റിയാക്ഷനും അവിടുത്തെ എം ജിയും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് കേസ്. ഡെറൈവ് ചെയ്യാൻ ചോദിക്കും പരീക്ഷയ്ക്ക്, കറക്റ്റ് ആയിട്ട് അറിയാം. ഇതറിയാവുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അപ്വേർഡ്സും ഡൗൺവേർഡ്സും ഫ്രീലി ഫോളിംഗ് ബോഡിയൊക്കെ ഈസി ആയിട്ട് 4 കേസുകൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യത്തെ കേസ് ക്ലിയർ ആയേ? അടുത്തിലോട്ട് പോകാമല്ലോ. പറഞ്ഞത് കേട്ടോ, അടിപൊളിയായിട്ട് പഠിക്കണം. ഓക്കെ, അടുത്ത നമ്മുടെ രണ്ടാമത്തെ കേസാണ്. കേസ് 2. when the lift move upwards, മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ, എപ്പോഴും നിങ്ങൾ ആ പടം ഒന്നും നമ്മുടെ മനസ്സിൽ വേണം. ആ ബോഡി മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ആണ്, അപ്വേർഡ്സ് ആണ്, വിത്ത് ആക്സലറേഷൻ എ. മുകളിലോട്ടാണെങ്കിൽ ഏതിനായിരിക്കും കൂടുതൽ? റിയാക്ഷൻ ആണ് കൂടുതൽ. സ്റ്റേഷനറി ആകുമ്പോൾ റിയാക്ഷനും വേണമെങ്കിൽ ആർ മൈനസ് എം ജി എന്ന് എഴുതാം, എം ജി മൈനസ് ആർ എന്ന് എഴുതാം. ഒരേ ഒരു കേസ് സ്റ്റേഷനറി ആണ്. അപ്വേർഡ്സ് ആണെങ്കിൽ നമുക്ക് എപ്പോഴും മുകളിലോട്ടാണെങ്കിൽ റിയാക്ഷൻ ആണ് കൂടുതൽ. അന്നേരം എങ്ങനെ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ? എഫ് ഈസ് ഈക്വൽ ടു ആർ മൈനസ് എം ജി. ഡൗൺവേർഡ്സ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതിയനെ? താഴോട്ടാ. അന്നേരം ഏതാ കൂടുതൽ? താഴോട്ടാണെങ്കിൽ എം ജി ആ കൂടുതൽ. അന്നേരം എം ജി മൈനസ് ആർ വരും. ഇപ്പം ക്ലിയർ ആയി. എഫ് ഈസ് ഈക്വൽ ടു അപ്വേർഡ്സ് ആയതുകൊണ്ട് ആർ മൈനസ് എം ജി ഇക്വേഷൻ നമ്പർ 1. ഇത് എളുപ്പമാണ്. ന്യൂട്ടന്റെ സെക്കൻഡ് അനുസരിച്ച് എഫ് ഈസ് ഈക്വൽ ടു എം എ ഇക്വേഷൻ നമ്പർ 2. ഇപ്പൊ ഒരു ഏകദേശം സ്റ്റെപ്പ് എഴുതുന്ന രീതി മനസ്സിലായി. ഇക്വേറ്റിംഗ് 1 and 2. ഒരു സൈഡ് സെയിം ആണ്, ഇക്വേറ്റ് ചെയ്യുക. ആർ മൈനസ് എം ജി ഇസ് ഈക്വൽ ടു എം എ. ആർ ഇസ് ഈക്വൽ ടു എം എ പ്ലസ് എം ജി. നിങ്ങൾ ഈ സ്റ്റെപ്പ് എല്ലാം നമ്മൾ മുമ്പ് എഴുതിയതാണ്, പക്ഷെ വ്യത്യാസം നോക്കണം. ആർ ഇസ് ഈക്വൽ ടു ഇത് എം എ പ്ലസ് എം ജി തിരിച്ചെഴുതിയാൽ എം ജി പ്ലസ് എം എ. ആർ ഇസ് ഈക്വൽ ടു എം കോമൺ എഴുതാൽ എം ഇൻറ്റു ജി പ്ലസ് എ. ഇതാണ് അപ്വേർഡ്സിന്റെ ഫൈനൽ ഇക്വേഷൻ. മറ്റേടത്ത് സ്റ്റേഷനറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നമ്മൾ എക്ക് 0 കൊടുത്തിട്ട് ആർ ഇസ് ഈക്വൽ എം ജി എഴുതി. അന്നേരം പ്രോബ്ലത്തിൽ ചോദിക്കും അപ്വേർഡ്സ് ആണ്, ഒരു പേഴ്സൺ മുകളിലോട്ട് ലിഫ്റ്റിൽ പോകുന്നു, അപ്വേർഡ്സ് ആണെങ്കിൽ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ പറയണം ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ. സ്റ്റേഷനറി ആണെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഇക്വേഷൻ? ഫൈനൽ ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ എം ജി. ഇനി നിങ്ങളോട് പെട്ടെന്ന് ചോദിക്കുകയാണ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്തത്
ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഇക്വേഷൻ ആർ ഈസ് എം ഇൻറ്റു ജി മൈനസ് എ, അപ്വേർഡ്സ് ആണെങ്കിൽ ജി പ്ലസ് എ, ഡൗൺവേർഡ്സ് ആണെങ്കിൽ ജി മൈനസ് എ. ഇത്രയൊക്കെ ഉള്ളൂ ഫിസിക്സ്. പക്ഷെ നല്ല പോലെ, അതായത് നമ്മൾ കൃത്യമായി റെഗുലറായി പഠിച്ചു പോവുകയാണെങ്കിൽ സിമ്പിൾ, ഹംപിൾ. അടുത്ത കേസ് ഏത്? ഡൗൺവേർഡ്സ്. എന്നിട്ട് നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് കേസ് 3-ഉം കേസ് 4-ഉം ഞാൻ ഒരുമിച്ച് പറയാൻ പോകണം. അന്നേരം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം 4 കേസുകളാണ് പറയേണ്ടത് ലിഫ്റ്റിന്റെ. ആദ്യം സ്റ്റേഷനറി, നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഡിറൈവ് ചെയ്തു, എളുപ്പമല്ലേ. രണ്ടാമത്തത് അപ്വേർഡ്സ്, അതും എളുപ്പമാണ്. മൂന്നാമത് ഡൗൺവേർഡ്സും ഫ്രീലി ഫോളിംഗ് ബോഡിയും. ഈ ഡൗൺവേർഡ്സും ഫ്രീലി ഫോളിംഗ് ബോഡിയും ഏകദേശം സെയിം ആണ്, ചെറിയ വ്യത്യാസമുള്ളൂ. നമുക്ക് നോക്കാം. കേസ് 3, when the lift moves downwards with acceleration. ഡൗൺവേർഡ്സ് ആവുമ്പോൾ പെട്ടെന്ന് ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. മുകളിലോട്ട് പോകുമ്പോൾ റിയാക്ഷൻ കൂടുതലാണ് ഒരു വസ്തു, മുകളിലോട്ടും റിയാക്ഷൻ കൂടുതലാണ്. ഒരു അപ്വേർഡ്സ് ആകുമ്പോൾ ആർ മൈനസ് എം ജി എന്ന് എഴുതാവുള്ളൂ. മൈനസ് ഒരാൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, മുകളിലോട്ടും ഇത് നേരെ താഴോട്ടുമാണ്. ഒരു വസ്തു ഡൗൺവേർഡ്സ് ആണ്, താഴോട്ടാണ് വരുന്നതെങ്കിൽ എം ജിക്കാണ് അവിടെ മുൻതൂക്കം. അന്നേരം എപ്പോഴും എഫ് ഇ സി ഡൗൺവേർഡ്സ് ആണെങ്കിൽ എഫ് ഇ സിക്കലി എം ജി മൈനസ് ആർ എന്ന് എഴുതാവുള്ളൂ. അവിടെ ആർ മൈനസ് എം ജി എന്ന് എഴുതിയാൽ പൊട്ടത്തെറ്റാണ്. അന്നേരം എം ജി മൈനസ് ആർ ഇക്വേഷൻ നമ്പർ 1. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് എഫ് ഇ സിക്കലി എം എ ഇക്വേഷൻ നമ്പർ 2. എളുപ്പം ഇക്വേറ്റിംഗ് 1 and 2 ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒരു സൈഡ് സെയിം ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. എം ജി മൈനസ് ആർ ഈസ് ഈക്വൽ ടു എം എ, ആർ ഈസ് ഈക്വൽ ടു സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് എടുക്കാം എം ജി മൈനസ് എം എ, ആർ ഈസ് ഈക്വൽ ടു എം കോമൺ ആയിട്ട് എഴുതാൻ എം ഇൻറ്റു ജി മൈനസ് എ. അത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അപ്വേർഡ്സ് ആണെങ്കിൽ ഇക്വേഷൻ എന്തോ ആർ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ, ഡൗൺവേർഡ്സ് ആണെങ്കിൽ ആർ ഈസ് ഈക്വൽ എം ഇൻറ്റു ജി മൈനസ് എ. പ്രോബ്ലം ചെയ്യാൻ നേരം ഈസി ആയിട്ട് കൊടുത്തിരിക്കും. ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്താൽ ലാസ്റ്റ്. ഇനി കേസ് 4, when the lift falls freely. when the lift falls freely എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഫ്രീലി ഫോളിംഗ് ബോഡി, വളരെ ഫ്രീ ആയിട്ടൊരു ബോഡി ഇങ്ങനെ താഴോട്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും സെയിം ആണെന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ ആണ്. അതാണ് ഫ്രീലി ഫോളിംഗ് ബോഡി. ഫ്രീലി ഫോളിംഗ് ബോഡി ആകുമ്പോൾ താഴോട്ടാണോ മുകളിലോട്ടാണോ? താഴോട്ടല്ലേ ഫ്രീലി ഫോളിംഗ്. അതായത് ഡൗൺവേർഡ്സ് ആകുമ്പോൾ ഏതാ കൂടുതൽ? എം ജി. അതായത് ഇതേ ഇക്വേഷൻ തന്നെ എടുക്കാം. when the lift falls freely f is equal to mg minus r equation number 1. ന്യൂട്ടന്റെ സെക്കൻഡ് അനുസരിച്ച് f is equal to ma equation number 2. equating 1 and 2 അതായത് വരും mg minus r is equal to ma. അതിന് r is equal to മുമ്പ് എഴുതിയ പോലെ തന്നെ mg minus ma, r is equal to m into g minus a. അതാണ്ട് ഇവിടെ വരെ ഇത് രണ്ട് ഈക്വൽ ആണ്, സെയിം ആണ് ഇക്വേഷൻ. പിന്നെ ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ ഞാൻ പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ആക്സലറേഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ആക്സലറേഷനും ജി എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ അവിടെ സെയിം ആണ്, അതൊരു കണ്ടീഷനാണ് ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ. അങ്ങനെയാണെങ്കിൽ ഈ എയുടെ സ്ഥാനത്ത് എ ഇസ് ഈക്വൽ ടു ജി എന്നല്ലേ, എയുടെ സ്ഥാനത്ത് ഞാൻ ജി എന്ന് കൊടുത്താൽ എന്താ ഒരു ഇക്വേഷൻ? ആർ ഇസ് ഈക്വൽ എം ഇൻറ്റു ജി മൈനസ് ജി. ജി മൈനസ് ജി എന്ന് പറഞ്ഞാൽ 0 ആണ്. അല്ലെ ആർ ഇസ് ഈക്വൽ എം ഇൻറ്റു കൊച്ചുള്ള സ്റ്റെപ്പാണ് ആർ ഇസ് എം ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ ആർ ഇസ് ഈക്വൽ ടു 0. കണ്ടോ, ലിഫ്റ്റ് എന്ന് പറയുന്ന കേസുകളൊക്കെ പലരും ഉറപ്പായിട്ടും പ്ലസ് 1 ടോപ്പിക്കിൽ ഒരു 50% പഠിക്കത്തില്ല. ഭയങ്കര ടഫാണ്. ഒരു ടഫും ഇല്ല. നിങ്ങളിപ്പോൾ ഈ പഠിച്ചതാണ് ഇത്രയും കേസ്. ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനെക്കാട്ടി ഈസി ആയിട്ട് പോകും. അന്നേരം പെട്ടെന്ന് ഞാൻ 4 കേസ് പെട്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന രീതിയിലാക്കാം. ഓക്കെ, റെഡി ആയിക്കോളൂ ആൻസർ ചെയ്യാൻ. ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഒരു ലിഫ്റ്റിന്റെ ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഇക്വേഷൻ പറഞ്ഞ ഫൈനൽ ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ എം ഇൻറ്റു ജി മൈനസ് എ. ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ അവിടെ യാതൊരു റിയാക്ഷനും ഇല്ല, ആർ ഇസ് ഈക്വൽ 0. സ്റ്റേഷനറി ആണെങ്കിൽ ആർ ഇസ് ഈക്വൽ എം ജി. അപ്വേർഡ്സ് ആണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ. അന്നേരം ഈ 4 ഇക്വേഷൻ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ട്. അതറിഞ്ഞാലേ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സെക്ഷൻ ക്ലിയർ ആയി, ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, ചെയ്യാം. അന്നേരം ലിഫ്റ്റ് എന്ന് പറയുന്ന മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ് എന്ന് പറയുന്ന കേസ് നമ്മൾ 4 കേസ് നല്ല അടിപൊളിയായിട്ട് പിടിച്ചു. ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ല, സദ്യയൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് മോരൊക്കെ കൂട്ടിയൊക്കെ കഴിച്ചിട്ട് സംതൃപ്തിയായി, അടിപൊളിയായി. അതുപോലെ ബിരിയാണി കഴിച്ചിട്ട് ലാസ്റ്റ് ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഫൈനൽ ടച്ചപ്പ് ആയി. അന്നേരം ആ ഫൈനലിലേക്ക് നമുക്ക് പ്രോബ്ലം ചെയ്യും, നമുക്ക് ഈസിയാവും. പ്രോബ്ലം എല്ലാവർക്കും ചെയ്യാൻ പ്രശ്നം ചെയ്യാൻ ഭയങ്കര പേടിയെന്ന് പറയുന്നത്. തിയറി നന്നായിട്ട് അറിയാമെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. അതിന്റെ ഉദാഹരണമാണ് ഈ ക്വസ്റ്റ്യൻ. നോക്കൂ, എ മാൻ വെയിങ് 70 kilogram
സ്റ്റാൻഡ്സ് ഇൻ എ വെയിങ് സ്കെയിൽ ഇൻ എ ലിഫ്റ്റ് വിച്ച് ഈസ് മൂവിങ്. അത്രേ ഉള്ളൂ. ഒരു 70 കിലോഗ്രാം ഉള്ള ഒരു 70 കിലോ ഉള്ള ഒരു മനുഷ്യൻ ഒരു വെയിങ് സ്കെയിൽ അത് നിൽക്കുന്ന ലിഫ്റ്റ് അതിങ്ങനെ മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുന്ന ഏതൊക്കെ രീതിയിലാണ്? അപ്വേർഡ്സ് വിത്ത് യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. യൂണിഫോം സ്പീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത് ഡൗൺവേർഡ്സ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത അപ്വേർഡ്സ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫ്രീലി ഫോളിംഗ് ബോഡി. ഇതിനകത്ത് കണ്ണും കൂട്ടി ഒരെണ്ണത്തിന് ഉത്തരം പറയാം. ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം R is equal to 0. അതിന് ഇപ്പം ഇതിന് 4 മാർക്ക് ആണെങ്കിൽ ഈസി ആയിട്ട് 1 മാർക്ക് കിട്ടിയതാണ് ഇത്. ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ R is equal എന്താണ് റിയാക്ഷൻ ഇല്ല, അവിടെ R is equal to 0. ഇനി ഓരോ കേസ് യൂണിഫോം സ്പീഡ് ആണെങ്കിൽ അതിന് മറ്റൊരു പേര് ഞാൻ ആദ്യം പറഞ്ഞു സ്റ്റേഷനറി എന്ന് പറയാം. അന്നേരം ആ എ എന്ന് കൊടുക്കുക, എ എന്ന് കൃത്യമായിട്ട് കൊടുക്കുക. ഇങ്ങനെ വേണം പ്ലസ് 1 എഴുതാൻ, പ്രോണംസ് ചെയ്യാൻ. എ R is equal to mg. R is equal to mg. കാരണം യൂണിഫോം സ്പീഡും സ്റ്റേഷനറി ഈക്വൽ ആണ്. അന്നേരം എം എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്, മാസ് 70 കിലോഗ്രാം തന്നിട്ടുണ്ട്. ജി തന്നിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ അറിയണം എത്രയാണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് ഈസി ആയിട്ട് മനസ്സിലാക്കണം, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. R is equal to mg. R is equal to m ന് പകരം 70 into 9.8 എന്ന് പറഞ്ഞാൽ R is equal to 70 into 9.8 നമുക്ക് ഗുണിച്ചാൽ കാൽക്കുലേറ്ററിന്റെ യാതൊരു ആവശ്യമില്ല. 686. പലരും അവിടെ വരെ എഴുതും. അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ന്യൂട്ടൺ എഴുതാനുള്ള കാരണം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ആണ്. അതുകൊണ്ട് എപ്പോഴും ഫോഴ്സ് ആയതുകൊണ്ട് എന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആയതുകൊണ്ട് 686 ന്യൂട്ടൺ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡൗൺവേർഡ്സ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. ഡൗൺവേർഡ്സ് ആണ് ഇക്വേഷൻ പെട്ടെന്ന് പറഞ്ഞാൽ R is equal to m into g minus a. നോക്കിയേ, R is equal to m into g minus a. A തന്നിട്ടുണ്ട് ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ടോ. R is equal to 70. m ന് വരെ 70 into g ക്ക് വരെ 9.8 minus a ക്ക് വരെ 5. 9.8 minus 5 എന്ന് പറഞ്ഞാൽ 4.8. R is equal to 70 into 4.8 എന്ന് പറഞ്ഞാൽ R is equal to കൃത്യമായിട്ട് 336 ന്യൂട്ടൺ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്, മറന്നാൽ മാർക്ക് പോകും. ഓക്കെ, അടുത്ത സി നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിൽ പറയാം. അപ്വേർഡ്സ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ. അപ്വേർഡ്സ് ഇക്വേഷൻ എന്താണ്? R is equal to m into g plus a. R is equal to 70. m ന് വരെ 70 into g plus a. 9.8 plus 5. 9.8 plus 5 എന്ന് പറഞ്ഞാൽ 14.8. R is equal to 70 into 14.8 എന്ന് പറഞ്ഞാൽ R is equal to 1036 ന്യൂട്ടൺ. ഇതെല്ലാം നിങ്ങൾ ഒന്ന് ചെയ്തുകൂടെ നോക്കിയേക്കാം. ഈ 3 ഉണ്ടോ എളുപ്പത്തിലേക്ക് 3 മാർക്ക് ഇവിടെ കിട്ടി. നാലാമത്തെ ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ ഇങ്ങോട്ടും എഴുതാണ്, നല്ല അടിപൊളിയായിട്ടും എഴുതാം. R is equal to 0. D നാലാമത്തെ കേസ്. ഇങ്ങനെയാണ് നമ്മൾ ടോപ്പിക് പഠിക്കേണ്ടത്. പ്രത്യേകിച്ചും +1 +2ലും ഇതേ രീതി. ഈ രീതി ഫോളോ ചെയ്ത് നല്ല വൃത്തിയായിട്ട് പഠിക്കുന്നവർക്ക് ഫുൾ മാർക്ക്, അല്ലാതെ A+ എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. എപ്പോഴും ഫുൾ മാർക്ക് കിട്ടും. അത് 10ാം ക്ലാസ്സിൽ എനിക്ക് 2 A+ കിട്ടിയുള്ളൂ, എനിക്ക് 5 A+ കിട്ടും, ഒരു പ്രശ്നമില്ല. നിങ്ങൾ +1 എങ്ങനെ പഠിക്കുന്നു അതുപോലെ ഇരിക്കും. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വീഡിയോസ് 1-2 വട്ടം കാണുക, സംശയം ചോദിക്കുക. മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ് 4 കേസുകൾ പ്രോബ്ലം ക്ലിയർ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.